കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് ഡോക്ടർ സജീത്ത്. അദ്ദേഹം അപ്പം ഈ അപകടത്തിൽ സംഭവിച്ചിരിക്കുന്ന ഇവിടെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് 14 പേരാണ് വന്നിരിക്കുന്നത്. 2 പേര് മരണപ്പെട്ടിട്ടാണ് വന്നത്. അതിൽ 12 പേരിൽ ഒരു കുഞ്ഞാണുള്ളത്. അത് ആ പെൺകുട്ടീനെ IMCHലാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ വിവരം അനുസരിച്ച് സ്റ്റേബിളാണ്. ബാക്കി ഇവിടെ അഡ്മിറ്റ് ചെയ്ത ഈ 11 പേരിൽ 2 പേര് കുറച്ച് ഇഞ്ചുറി ഉണ്ട്. അവർ വേണ്ട രീതിയിൽ തന്നെ റെഡ് ഏരിയയിൽ മാറ്റി വേണ്ട രീതിയിലല്ല ചികിത്സയും കൊടുക്കുന്നില്ല. മറ്റുള്ള 9 പേരെയും പ്രത്യേകം തന്നെ മാറ്റി അവർക്കുള്ള ചികിത്സകൾ ചെയ്തു വരുന്നുണ്ട്. ഇതിൽ ഈ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡം നേരിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളുടെ DME, പിന്നെ നമ്മുടെ ജമീല മാഡം, ബാക്കി എല്ലാവരും സ്ഥലത്തെത്തി. അപ്പോൾ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. സീനിയേഴ്സ് യൂണിറ്റ് ചീഫ്മാർ തന്നെ ഓർത്തോയിലൊക്കെ 2 യൂണിറ്റ് ചീഫ് ഡോക്ടർ രവികുമാർ, അതേപോലെ തന്നെ ഡോക്ടർ സിബിൻ ഒക്കെ എത്തിയിട്ടുണ്ട്. കാർഡിയോതൊറാസിക്കിലെ സീനിയർ അസോസിയേറ്റ് പ്രൊഫസറും സജീവും ബാക്കി MCH ട്രെയിനീസും ഉണ്ട്. ബാക്കി സനൽ ചോട്ടു നമ്മുടെ കാഷ്വാലിറ്റി സൂപ്രണ്ട് സ്ഥലത്ത് തന്നെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. 2 പേര് സാരമായി പരിക്കേറ്റവർക്ക് എന്താണ് പരിക്ക്? അതിനൊക്കെ ഫീമർ ഫ്രാക്ചർ ഒരാൾക്ക്, അതായത് കാലിലെ ലോങ് ബോൺ ഫ്രാക്ചറാണ്. ബ്ലഡ് കൊടുത്തിട്ട് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റേ ലേഡിക്കും 2 കാലിലും പരിക്കുണ്ട്. അതേപോലെ ഒരു വലിയൊരു ഇഞ്ചുറി ഉണ്ട്. അവർ കുറച്ച് സിക്കാണ്. അവർക്ക് റെഡ് ഏരിയയിൽ മാറ്റി എല്ലാ എമർജൻസി കെയറും കൊടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ ബാക്കി വിദഗ്ധ പരിശോധനകൾ, എക്സ്റേയുടെ കൂടെ സ്കാനും ഒക്കെ ചെയ്ത് വേറെ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ എന്നുള്ള പരിശോധിച്ച് വരികയാണ്. എങ്ങനെയാണ് പരിക്കേറ്റതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? ബാക്കി ഇത് പ്രൈമറി മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി എന്താണെന്നുള്ളതൊക്കെ നോക്കി ഡീറ്റെയിൽഡായിട്ട് കൺസേൺ യൂണിറ്റ് ചീഫും അതേപോലെ അവരുടെ MOസും പറയുന്നതായിരിക്കും. പിന്നെ മരണപ്പെട്ടവരെ ഞങ്ങൾ ബ്ലാക്ക് ഏരിയയിൽ മാറ്റി മോർച്ചറിലേക്ക് മാറ്റുന്നതാണ്. അവരെ നാളെ കാലത്ത് തന്നെ നേരത്തെ തന്നെ ഫോറൻസിക് HOD ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു 8:00 തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പോലീസ് ഇൻക്വസ്റ്റ് കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുള്ളൂ.